Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. And this video is all about a normal day with a day out day with my toddler. And again, welcome back to my channel. So, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. And yeah, it's around 5:45 a.m. and it's a Friday morning. So I want to do a lot of things today. And also I didn't get enough sleep yesterday night, so I feel sleepy. For light more energy, I am having some milk and trying to start the day with more energy. And husband ഒരു 6:45 ആകുമ്പോഴേക്കും ഓഫീസിലേക്ക് പോകണം. Before that I want to make breakfast. So I have 1 hour left. Before that I want to make breakfast and want to prepare his lunch also. Most of the Fridays ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. ആൻഡ് ഈ ഫ്രൈഡേയും ചപ്പാത്തിയും കുറച്ച് ഹോം മെയ്ഡ് ഹമ്മൂസും വിത്ത് ജാത്തർ ആൻഡ് സം ചിക്കൻ ഫ്രൈ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. And I already marinated chicken yesterday night and it helps me a lot most of the time. And he needs 1 half-boiled egg. Adum കഴിഞ്ഞു. And alhamdulillah breakfast prepare ആയി. Chicken fry ready and hummus is also. ഇത് homemade hummus ആണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. I covered it with some olive and za'atar. Hope everyone knows about za'atar. And the very last I am adding some sweet pepper. ചപ്പാത്തി ഞാൻ ഫോയിലാണ് കവർ ചെയ്ത് കൊടുക്കാറ്. ബിക്കോസ് ഫോയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഹാർഡ് ആവില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. ആൻഡ് ഹോട്ട് ഈസ് ഓൾസോ നോട്ട് ഗോൺ ടു ഫാസ്റ്റ്, സോ ബെറ്റർ ടു യൂസ്. ഞാൻ മോസ്റ്റ്ലി ഫോയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ആഡ് സം മോർ za'atar. ഹോപ്പ് എവറി വൺ നോസ് അബൌട്ട് za'atar. ഇഫ് നോട്ട് ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ എ വെരി ലൈറ്റ് വേ. ലൈക്ക് ഇതൊരു മിഡിൽ ഈസ്റ്റ് സീസണിങ് കൈൻഡ് ഓഫ് ഫുഡാണ്. ഐ ബോട്ട് ദാറ്റ് വൺ ഫ്രം ഗ്ലോബൽ വില്ലേജ്. ഇറ്റ്സ് റിയലി ഗുഡ്. And it's around 7 a.m. and the husband already working poi. I told you before that I feel so sleepy, I'm tired, so I think I want to fresh myself one more and then want to make breakfast for me. And ഞാൻ ഒന്നുകൂടി ബ്രഷ് ചെയ്തു. ആൻഡ് ഐ വിൽ ഡു എ വെരി സ്മോൾ സ്കിൻ കെയർ റൂട്ടീൻ ലൈക്ക് മോയ്സ്ചറൈസിങ് ആൻഡ് വിറ്റമിൻ സി സിറം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ സ്പെക്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് റെഡിയായി. ഞാൻ നല്ലോണം ടയർഡാകുമ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടോ ചെയ്യാറ്. ആൻഡ് ഐ ഫീൽ എ ലിറ്റിൽ മോർ ബെറ്റർ നൗ. ആൻഡ് യാ ഐ എം ഗോണ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മീ. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ സമയവും കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ ബേബി അബൂദിന് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. ഞാൻ ചപ്പാത്തി വെച്ചിട്ട് അവന് ചില സമയത്ത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എൻ്റെ നെയ്ബേഴ്സിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലുലുവിന് ഒത്തിരി ടൈം എടുക്കില്ലേ, എങ്ങനെയാണ് മോനി വെച്ച് ഉണ്ടാക്കുന്നതെന്നൊക്കെ. കൂടുതൽ ആൾക്കാരും ചപ്പാത്തി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 hour മുന്നേ തന്നെ നന്നായിട്ട് ഡോ കുഴച്ച് വെച്ച് കവർ ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ബട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യാറ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നല്ല ടൈം എടുക്കും. പക്ഷേ ഞാനെപ്പോഴും സ്പോട്ടിൽ കുഴച്ച് വെച്ച് സ്പോട്ടിൽ തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യാറ്. എൻ്റെ ചപ്പാത്തി ഇതാ ഇത്രയും ഫ്ലഫി ആൻഡ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാറുമുണ്ട്. ഞാൻ വീറ്റ് ഫ്ലോറിലേക്ക് നമ്മളുടെ നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ ആഡ് ചെയ്ത് ആവശ്യത്തിന് സോൾട്ട് കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഡോ ഉണ്ടാക്കിയതിന് ശേഷം സ്പോട്ടിൽ തന്നെ ചപ്പാത്തി പ്രിപ്പയർ ചെയ്തെടുക്കാറാണ് പതിവ്. ഞാൻ ഒരുപാട് കുക്കിംഗ് ട്രിക്സ് ഒക്കെ ലേൺ ചെയ്തത് ലൈക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ഐ ലേൺ ഇറ്റ് ഫ്രം മൈ കണ്ടിന്യൂസ് ഫെയിലിയേഴ്സ്. ബിക്കോസ് ഞാനൊരു ഗുഡ് കുക്കേ ആയിരുന്നില്ല. എൻ്റെ മാരേജ് കഴിഞ്ഞ് GCCയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ബട്ട് അൽഹംദുലില്ലാ ഞാൻ ആ ഫെയിലിയറിൽ സ്റ്റോപ്പ് ചെയ്യാറില്ല. ട്രൈ ടു മേക്ക് ഇറ്റ് എ ലോട്ട് ഓഫ് ടൈംസ്. എപ്പോഴും എന്തെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ ഞാനത് പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. പ്രീവിയസ് വ്ളോഗിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഈ ഒരു കിച്ചൺ കോർണർ ജസ്റ്റ് ഒന്ന് ഡെസ്ക് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നത്. അതെനിക്കന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് അർജൻറ്റായിട്ട് പുറത്തു കൊണ്ടൊരാവശ്യം വന്നു. സോ ഞാനത് ഈ വ്ളോഗിൽ അതിൻ്റെ ബാലൻസ് കാണിക്കുകയാണ്. ഞാൻ കൂടുതലും ഓർഗനൈസേഷനിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. ഐ ട്രൈ ടു ഓർഗനൈസ് ഈച്ച് ആൻഡ് എവറിത്തിങ് അറ്റ്ലീസ്റ്റ് ഒരു 1 week or 2 week. എനിക്കിഷ്ടമാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അൺഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ കയറി പോകുമ്പം എനിക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഫുൾ ഫീൽ ചെയ്യാറുണ്ട്. സോ ഐ ട്രൈ ടു മേക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് മോർ അല്ലെങ്കിൽ മച്ച് പെർഫെക്റ്റ്ലി എനിക്ക് പറ്റുന്ന രീതിയിൽ. അൺഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുമ്പം അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ സക്സസ് ആണ്. That's why I continuously uploading those kind of videos and mentioned about those kind of things. ആൻഡ് ലാസ്റ്റ് പരിപാടിയാണ് വേസ്റ്റ് ക്ലീനിങ്. നമ്മളുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമുക്ക് ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരിക്കും. ബിക്കോസ് ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാ പ്രൊഡക്ട്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കറ്റ്സിൽ അവൈലബിൾ ആണ് ഇവിടെ.
യെസ്റ്റർഡേ ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പ്ലാൻ ചെയ്തതൊക്കെ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത ടൈമിനുള്ളിൽ അത് തീർക്കുക എന്നുള്ളത് അതിലും വലിയ ടാസ്ക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് റൂം ക്ലീൻ ചെയ്യുന്നതും മോപ്പ് ചെയ്യുന്നതൊക്കെയാണ്. അത് കഴിഞ്ഞാൽ മോൻ്റെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യും. മോൻ ഉറക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കിച്ചൺ ക്ലീനിങ് ആൻഡ് ചെയ്ത് തീർക്കേണ്ട ബാക്കി ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ലഞ്ച് ആൻഡ് മോപ്പിംഗ്. അത് രണ്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ബിക്കോസ് മോൻ എണീക്കുന്നതിന് മുന്നേ ആ 2 കാര്യങ്ങൾ എനിക്ക് എന്തായാലും ചെയ്ത് തീർക്കണം. ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതും മോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ലോണ്ട്രി ആൻഡ് അയേണിങ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് എൻ്റെ ഹസ്ബൻഡ് ഓഫീസ് ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ലോണ്ട്രിയിൽ കൊടുക്കും. ഓൾറെഡി വാഷ് ചെയ്തിട്ട് കൊടുത്താൽ പ്രസ്സിങ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഓൾറെഡി വാഷ് ചെയ്യാനും പ്രസ്സിങ്ങിനും കൂടി നമ്മൾ കൊടുത്താൽ ഒരു 1 വീക്കിൻ്റെ ഉള്ളിലാണ് ഡ്രസ്സൊക്കെ റിട്ടേൺ ചെയ്ത് കിട്ടുക. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ പ്രസ്സിങ്ങിന് മാത്രം അവർ 2 to 3 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരും. മോൻ ഉറങ്ങുന്ന ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് പ്രേയേഴ്സ് ആൻഡ് ലഞ്ച് അതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 12:30 PM. ഓൾമോസ്റ്റ് നമ്മളുടെ ലുഹർ പ്രേയറിൻ്റെ ടൈമായി. 12:33 ലുഹർ പ്രേയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. Try to do your prayers on time. It's very 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 important because പഠിച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിസ്കാരം ഓൺ ടൈമിൽ നിർവഹിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ദിക്റും ഇശാ മഗ്‌രിബിനിടയിൽ ഓതി തീർക്കാൻ കഴിയാത്ത സൂറത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇരുന്ന് ഓതി തീർക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മോൻ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റുട്ടീൻസ് എഗെയിൻ ചേഞ്ച് ആവും. മോസ്റ്റ് ഓഫ് ദ ടൈമും എൻ്റെ ടൈം പ്ലാൻ ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ഞാൻ മോൻ്റെ ടൈമും പ്ലാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്കിടയിലുള്ള ആ ഒരു ടൈം കുറച്ച് ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ മെയ്ഡ് ഫോർ ലഞ്ച്. പപ്പടം, നമ്മളുടെ ബ്രിഞ്ചൽ ഫ്രൈ, എഗ് ആൻഡ് സ്പിനച്ച്. ബേബി അബൂദിന് സ്പിനച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഗ്രീൻ വെജീസ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ലഞ്ചിന് ഗ്രീൻ വെജീസ് ആഡ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 3:45 PM. നമ്മളുടെ ടീ ടൈമാണ്. ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തീസ് ഉണ്ടാവാറുണ്ട്. ഞാൻ കൂടുതൽ സമയം കളയാറില്ല. ഫോയിലിൽ ഫോൾഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാവുമ്പോൾ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഉണ്ടാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഈവനിങ് ടീ ടൈമിൽ മോന് എഗ് സാൻഡ്വിച്ചോ ചിക്കൻ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ കയ്യിൽ ബർഗർ പാറ്റീസ് അവൈലബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈമും അത് ഫ്രിഡ്ജിൽ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഈ ബർഗർ പാറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബർഗർ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തിയാണ് വീറ്റ്. ബർഗർ ഓഫ് കോഴ്സ് ഫുള്ളി ഓൾ പർപ്പസ് ഫ്ലോർ ആണല്ലോ. വീറ്റ് ആകുമ്പം വീറ്റ് ഫ്ലോർ ആണ്, കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ എക്സസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ചപ്പാത്തികൾ ഉണ്ടാവുന്ന സമയത്ത് പാറ്റി ഞാൻ നമ്മളുടെ ബർഗർ മെഷീനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കും. എന്നിട്ടത് സ്ലൈസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് സോസ് കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് റോൾ ചെയ്തിട്ട് എടുക്കും ചപ്പാത്തിയിൽ. കൂടുതൽ സമയം അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ചപ്പാത്തിയിൽ എഗ്ഗും ചിക്കനും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈമും കുട്ടികൾക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബേബിക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നുണ്ടായിരിക്കും. മോന് ചീസ് കുറച്ച് ഇഷ്ടമാണ്. ആൻഡ് ചീസ് ഈസ് റിയലി good for their health, so don't forget to find out that which cheese your baby like the most. cheddar cheese ഒക്കെ ആണെങ്കിൽ ബേബീസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബട്ട് മൊസറല്ല മസ്റ്റ് ബി ഓക്കെ. മൊസറല്ല ഒരു ലൈറ്റ് ടേസ്റ്റ് ചീസാണ്, അതുകൊണ്ട് ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മയണീസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മക്കൾക്ക് അതൊക്കെ എന്തായാലും ഇഷ്ടമായിരിക്കും. ടൊമാറ്റോ കെച്ചപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ, ബട്ട് മയണീസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു റിസ്കി ഫുഡ് ഐറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മയണൈസൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ മോന് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ചേ മയണൈസ് ആഡ് ചെയ്യാറുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം ആഡ് ചെയ്യാറൊന്നുമില്ല. ഹോം മെയ്ഡ് മയോണൈസ് ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മയോണൈസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ട്രൈ ടു അവോയ്ഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ബിക്കോസ് അവർക്ക് ടേസ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് അവർക്ക് അറിയുന്നത്. സോ കംപ്ലീറ്റ്ലി ട്രൈങ് ടു അവോയ്ഡ് മയോണൈസ് ബിക്കോസ് ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പോയ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ റീസെൻ്റായിട്ട് കണ്ട ഒരു പീഡിയാട്രിക് ഇൻ്റർവ്യൂവിൽ അതിൽ ഡോക്ടർ പറയുന്നുണ്ട്, നമ്മൾ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ടേസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതിൽ നമ്പർ 1 പറയുന്നത് തന്നെ മയണൈസ് പോലെയുള്ള സോസ് ഐറ്റംസ് ആണ്. സോ പ്രത്യേകിച്ച് ഒരു 2 years താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തീരെ മയണൈസ് പോലെയുള്ള പ്രൊഡക്ട്സ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം.
ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 4:30 PM. നമ്മളുടെ ടീ ടൈം ഒക്കെ കഴിഞ്ഞു കേട്ടോ. ടീ ഒക്കെ കുടിച്ചു, മോന് കളിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ വിചാരിച്ചു ലോണ്ട്രി ഒക്കെ ചെയ്ത് ഫോൾഡിങ് ഒക്കെ ചെയ്യാമെന്ന്. കൂടുതൽ സമയങ്ങളിലും ഞാൻ മോർണിംഗ് ആണ് ലോണ്ട്രി, ഫോൾഡിങ്, ഡ്രസ്സിങ് അതൊക്കെ ചെയ്യാറ്. എനിക്ക് മോർണിംഗ് മോൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത് തീർക്കാനാണ് ഇഷ്ടം. മോനുള്ള സമയത്താണെങ്കിൽ 10 minutes കൊണ്ട് ചെയ്യുന്ന പണി ഒരു 20 to 30 minutes ലാസ്റ്റ് ചെയ്യും. സോ അതും കഴിഞ്ഞു. ഇനി മോൻ്റെ കൂടെ ഒരുപാട് നേരം കളിക്കും. ചില സമയത്ത് 1 hour, ചില സമയത്ത് 2 hour. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എൻ്റെ ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞ് വരുന്ന വരെ ഞാൻ കളിക്കും. അത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് മോനെ നോക്കും, ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയാണ് കൂടുതൽ ദിവസങ്ങളും നമ്മളുടെ ഒരു ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ മോൻ്റെ കൂടെ കളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സസൈസും വാമപ്പൊക്കെ ചെയ്യും. ഐ ഹാവ് ഹെവി ബാക്ക് പെയിൻ ഇഷ്യൂസ്. സോ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഒക്കെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ചെയ്യുന്നത്. ആൻഡ് വെദർ ഈസ് സോ ബാഡ്. ഭയങ്കര ഹോട്ടാണ് പുറത്ത്. നെക്സ്റ്റ് മന്ത് അൽഹംദുലില്ലാ കുറച്ച് വെദർ മാറ്റം വരും, കുറച്ച് തണുപ്പൊക്കെ വന്ന് തുടങ്ങും. ആൻഡ് നമ്മളിപ്പോൾ പുറത്ത് പോവാണ്. ഇക്കാക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നു. മോസ്റ്റ് ഓഫ് ദ ടൈമും ഞങ്ങൾ വീക്കെൻഡിൽ ഫ്രൈഡേയ്സിലാണ് കൂടുതലും പുറത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. അതാകുമ്പോൾ സൺഡേ സാറ്റർഡേ വെറുതെ വീട്ടിലിരിക്കാമല്ലോ, പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. നമ്മളിപ്പം ADCB മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ സിറ്റി സെൻറ്റർ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇന്ന് മോൻ്റെ ഡേ ഔട്ടാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈമും നമ്മൾ മാജിക് പ്ലാനറ്റ് ഉണ്ട് കുട്ടികളെ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ. സിറ്റി സെൻറ്റർ ഏരിയയിലാവുമ്പം അത്ര റഷ് ഉണ്ടായിരിക്കില്ല. സോ ഇവിടെ വരുന്നത് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനറിയാം ടോയ്സ് വാങ്ങാനോ അല്ലെങ്കിൽ അവന് ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റിൽ കളിക്കാനോ ആണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഹി നോസ് വെരി വെൽ. അതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പിയാണ്. കൂടുതൽ സമയത്തും നമ്മൾ ടോയ്സ് വാങ്ങാനും പ്രിഫർ ചെയ്യുന്നത് സിറ്റി സെൻറ്റർ ഏരിയയിലാണ്. ബിക്കോസ് അവിടെ ഒരുപാട് നല്ല ഓഫറിൽ, പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ടോയ്സ് നല്ലൊരു ഓഫറിൽ അവൈലബിൾ ആണ്. ടോയ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞു നമ്മൾ മാജിക് പ്ലാനറ്റിൽ പോകുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇതിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അല്ലെങ്കിൽ അവനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 1 time യൂറിൻ എന്നെ പാസ് ചെയ്യുമ്പോഴേക്കും അവനിപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് അൽഹംദുലില്ലാ അവൻ തന്നെ പറയും അവന് ഡയപ്പർ ചേഞ്ച് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മദർ കെയർ റൂമിലാണ് കയറിയത്. മദർ കെയറും ഡയപ്പർ ചേഞ്ചിങ് റൂമും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മദർ കെയർ ആകുമ്പം നമ്മൾ ബേബീൻ്റെ ഡയപ്പറും ചേഞ്ച് ചെയ്യാം, നമുക്കും കെയർ ചെയ്യാം, ടോയ്ലറ്റ് യൂസ് ചെയ്യാം ആൻഡ് വാട്ട് എവർ വി വാണ്ട് ടു ഡു. ബേബി കെയർ ആണെങ്കിൽ അതിൽ ബേബി കെയർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ കൂടുതൽ ആൾക്കാരും ബേബി കെയർ റൂമിൽ കയറിയിട്ട് പിന്നെ മദറിനെ കെയർ ചെയ്യണമെങ്കിൽ ബേബിനെ വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ പോകാറാണ് പതിവ്. സോ സിറ്റി സെൻറ്റർ ഏരിയയിൽ നിന്ന് മാത്രമല്ല മോസ്റ്റ് ഓഫ് ദ ഷോപ്പിംഗ് മോൾസിലാണെങ്കിലും മദർ കെയർ റൂംസും ബേബി കെയർ റൂംസും അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടി ആവശ്യത്തിന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനും ചെറുതായിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി. ബിക്കോസ് ഇവിടുന്ന് മാജിക് പ്ലാനറ്റിൽ പോകുമ്പോഴേക്കും 100% എനർജി കീപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. പോകുന്ന വഴിയിൽ നമ്മൾ ബേബി ഷോപ്പ് അറേബ്യ സ്പോട്ട് ചെയ്തു. ഇവിടെ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ ക്ലോത്ത്സും ബേബി അബ്ദുള്ളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറും അവൈലബിൾ ആയിരുന്നു. ഐ തിങ്ക് അപ് ടു 75% ഓഫർ ഉണ്ടായിരുന്നു. അത് കണ്ട് നമ്മൾ മാജിക് പ്ലാനറ്റിൽ പോയി. മാജിക് പ്ലാനറ്റിൽ 2 year മുതലുള്ള കുട്ടികൾക്കാണ് എൻട്രി ഉള്ളത്. എല്ലാ റൈഡും അത് തന്നെ അവർ അലോ ചെയ്യില്ല. അവർ അലോ ചെയ്യുന്ന റൈഡുകൾ തന്നെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ 50 dirhamsന് മാജിക് പ്ലാനറ്റിൻ്റെ കാർഡ് വാങ്ങാൻ വേണ്ടി കിട്ടും. എന്നിട്ട് പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്കിത് സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ്. മോന് ഈ ഒരു കാർഡ് റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അതിൽ മാത്രമാണ് ഞങ്ങൾ അവനെ പ്ലേ ചെയ്യിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാരിഫോറിൽ പോയി കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങി. ബേബി അബൂദിൻ്റെ നല്ല FG ക്രൂയിസർ കാർ വാങ്ങി. ഹി ലൈക്സ് കാർസ് എ ലോട്ട്. ഹി ഹാവ് ലോട്ട്സ് ഓഫ് എന്താ പറയുക ഹ്യൂജ് കളക്ഷൻ ഓഫ് കാർസ് എന്ന് വേണമെങ്കിൽ പറയാം. അവന് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കാർസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ടേക്ക് കെയർ ചെയ്തിട്ട് എടുത്ത് വെക്കുന്നതും കാണാം. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 11:30 PM. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒത്തിരി ലേറ്റായി. അവനാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ
കുറച്ച് റാഗിയൊക്കെ ഉണ്ടാക്കി അവനെ ഫീഡ് ചെയ്തു ഉറക്കി. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 11:45 PM. ഒരു ഡേയിൽ ഞാൻ എൻ്റെ ചെയ്യുന്നത് വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ടാട്ടോ. അപ്പം വേസ്റ്റ് കൊണ്ടുപോയിടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോർണിംഗ് കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ ഭയങ്കര നീറ്റ് ആൻഡ് വേസ്റ്റ് ക്ലീൻ ആയിട്ടിരിക്കുമ്പം ഒരു റാഹത്താണ്. ആൻഡ് ഇറ്റ്സ് എൻഡ് ഓഫ് ദ ഡേ. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹോപ്പ് എവറി വൺ ലൈക്ക് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ്.